ഇറാൻ ഇസ്രായേൽ യുദ്ധം പശ്ചിമേഷ്യയെ ആകെ ബാധിച്ചിട്ടുണ്ട്. യിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഈ ഒരു സംഘർഷാവസ്ഥ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുക? പ്രോപ്പർട്ടി മേഖലയിലെ പ്രശസ്തരായ ELL പ്രോപ്പർട്ടീസിന്റെ സ്ഥാപകൻ സായി ശ്യാം സംസാരിക്കുന്നു. പ്രോപ്പർട്ടി ടോക്ക്. സായി, നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിലവിലത്തെ ഈ ഒരു താൽക്കാലികമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു പ്രതിസന്ധി എങ്ങനെയായിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി മേഖല, പ്രത്യേകിച്ച് ദുബായ് ഒരു പ്രോപ്പർട്ടി മേഖലയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്? ഇതെന്ന് പറയുന്നത് ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷമായി. ഈ ഒരു 6 വർഷത്തിൽ ദുബായിലെ പ്രോപ്പർട്ടീസിൻ്റെ പ്രൈസൊക്കെ ഒരുപാട് കൂടി പോകുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്തതാണ്. അത് പക്ഷേ വേറെ പല രീതിയിലാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഓവർ സപ്ലൈ കൊണ്ടും അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വാർ വന്നപ്പോൾ ഇതൊരു വാറിൻ്റേതായിട്ടുള്ള ഒരു കറക്ഷൻ ദുബായിൽ സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ കറക്ഷൻ എന്ന് പറയുന്നത് ഇനി ആളുകൾ ഒന്നുകൂടെ വിജിലൻ്റ് ആവും, പേടിയാവും ആൾക്കാർക്ക്. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു 20 വർഷത്തിൽ കൂടുതൽ യിൽ താമസിച്ച ആളുകൾക്ക് ദുബായിക്ക് ഒരു ഹീലിംഗ് പവർ ഉണ്ട്. അത് കയറി വരുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ എത്രയോ പേര് കുവൈറ്റ് പോയ സമയത്തൊക്കെ ദുബായിൽ നിന്ന് ഗ്രോ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ഒരു റിയാലിറ്റി അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർ വാങ്ങും. ന്യൂ ബയേഴ്സ് ഒന്ന് പാനിക് ആവും എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിൽ അഡ്വാൻറ്റേജ് ഇപ്പോൾ റൈറ്റ് നൗ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് സഡൻലി മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മാർക്കറ്റ് അല്ല, ഓഫ് ലൈൻ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴേക്ക് വന്നുണ്ട്. ആ താഴേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സ് പ്രൈസ് കുറയ്ക്കാതെ കുറേ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്താൽ മാർക്കറ്റ് ഡൗൺ ആകും, പ്രോപ്പർട്ടി പ്രൈസ് കുറച്ചാലും മാർക്കറ്റ് കറക്ഷൻ വരും. അപ്പോൾ അതിന് പകരം ഒരുപാട് ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഓഫർ അവൈൽ ചെയ്ത് വാങ്ങുന്ന ഒരുപാട് പേര് ഇപ്പോൾ നിലവിലുണ്ട്. അവരിപ്പോഴും വാങ്ങുന്നുണ്ട്. അതല്ലാതെ ഇതിനെക്കുറിച്ചിട്ട് ഈ സിറ്റുവേഷൻ ഒന്ന് മാറിയിട്ട് ചെയ്യാമെന്ന് ആലോചിക്കുന്നവർ വാങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഡൗൺഫോൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള ഓഫറുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം ഡൗൺ ദ ലൈനിലൊരു 6 months കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ മെറ്റീരിയൽസ്, ഇപ്പം ദുബായ് എന്ന് പറയുന്ന സിറ്റിയിൽ കൂടുതലും വരുന്നത് ഇമ്പോർട്ടിംഗ് ആണ്. എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ ഈ ഷിപ്പ് വരാണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെറ്റീരിയൽസിൻ്റെ പ്രൈസ് കൂടും. പ്രൈസ് കൂടുന്നതനുസരിച്ചിട്ട് അത് പ്രോപ്പർട്ടീസിലും ഇമ്പാക്റ്റ് വരും. അപ്പോൾ ആ ഒരു റിസൾട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് കൂടാനേ സാധ്യതയുള്ളത് ഈ ഫ്യൂച്ചറിൽ. അപ്പോൾ ഇപ്പം ഈ സിറ്റുവേഷനിൽ ഇതിനെ വൈസായിട്ട് ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. പാനിക് ആവേണ്ട ആവശ്യമില്ല. പാനിക് ആയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരു പോസിറ്റീവായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ റീജിയൻ എന്തെങ്കിലും സംഭവിച്ചാൽ ലോകത്തെല്ല ഇതൊരു ഹാർട്ടാണ്. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നൊരു ഹാർട്ടാണ്. അപ്പം ഇത് ബീറ്റ് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഓരോ രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പം ഇതിപ്പം ഈ പറഞ്ഞത് ദുബായിയെ കുറിച്ച് മാത്രമാണ്, അത് എൻറ്റയർലി യിൽ മൊത്തത്തിൽ ഈ ഒരു എൻറ്റയർലി എന്ന് പറയുന്നത്, ദുബായ് എന്ന് പറയുന്നത് യിൽ ഒരു പാർട്ടാണ്. അപ്പം ഇതും എല്ലായിടത്തും GCC രാജ്യങ്ങളെല്ലാം ഒരേപോലെ ഇത് അഫക്റ്റ് ചെയ്യും. അത് താൽക്കാലികമാണ്. ആ താൽക്കാലികമാകുമ്പോൾ ആൾക്കാർക്ക്, ഈ ഡെവലപ്പേഴ്സിനൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓഫർ കൊടുക്കും. അത് വൈസായിട്ട് യൂസ് ചെയ്യുക എന്ന് വെച്ചിട്ട് കയ്യിലുള്ള പൈസ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്. ഒരു ബുദ്ധിപരമായിട്ട് അതിനെ കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് ഈ ക്രൈസിസ് സമയങ്ങളിലാണ് ഇൻവെസ്റ്റ്മെന്റ്സിന് ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഇപ്പം മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും താഴേക്ക് വന്നിട്ടുണ്ട്, ഗോൾഡ് പ്രൈസ് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ യൂസ് ചെയ്താൽ ഇത് റിക്കവർ ആയി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.